വന്നു താൻ ജീവനേകിയോരേശു ഭൂവിൽ തിരികെ വരും. വേഗമേശു രക്ഷകനാഗമിച്ചിടും മേഘമതാം വാഹനേ. വേഗമേശു രക്ഷകനാഗമിച്ചിടും മേഘമതാം വാഹനേ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 37 സങ്കീർത്തനം 13 വാക്യം. കർത്താവ് അവനെ നോക്കി ചിരിക്കും, അവൻ്റെ ദിവസം വരുന്നുവെന്ന് അവൻ കാണുന്നു. ദൈവത്തിൻ്റെ പരമോന്നത അധികാരത്തെയും ദുഷ്ടമനുഷ്യൻ്റെ പതനത്തിൻ്റെ ദിവസം കാണുന്നതിലൂടെ അവൻ ഭാവി അറിയുന്നുവെന്നും ഈ വാക്യമെടുത്ത് കാണിക്കുന്നു. ദൈവത്തിൻ്റെ ചിരി വിനോദമല്ല, മറിച്ച് സങ്കീർത്തനം 2:4 കാണുന്നത് പോലെ ദുഷ്ടന്മാരുടെ ഒടുവിൽ നശിച്ച പദ്ധതിയോടുള്ള പരിഹാസത്തിൻ്റെ ശക്തമായ പ്രകടനമാണ്. ദുഷ്ടന്മാർ ഒരു കാലത്തേക്ക് അഭിവൃദ്ധി പ്രാപിക്കുന്നതായി തോന്നിയേക്കാം, പക്ഷേ അവരുടെ ദിവസം വരുമെന്ന് കർത്താവിനറിയാം. പ്രിയ സ്നേഹിതരെ, ദൈവം നീതിമാന്മാരെ കൈവിടില്ലെന്നും ഒടുവിൽ തിന്മയുടെ മേൽ വിജയം നേടുമെന്നും വിശ്വസിച്ചുകൊണ്ട് അസൂയയോ ഉത്കണ്ഠയോ ഒഴിവാക്കുവാൻ ഈ ഭാഗം നമ്മെ ശക്തീകരിക്കുന്നു. ലൗകിക ആശങ്കളേക്കാൾ ദൈവത്തിൻ്റെ നിത്യപദ്ധതികളിലും നീതിമാന്മാരെ ഉയർത്തിപ്പിടിക്കുമെന്ന അവൻ്റെ വാഗ്ദാനങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ ഈ നാളുകളിൽ നമുക്ക് സാധ്യമായി തീരണം. പ്രാർത്ഥിക്കാം. കർത്താവേ, ദൈവിക പ്രവൃത്തികൾക്കായി കാത്തിരിക്കുവാൻ എന്നെ ശക്തീകരിക്കണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.